പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം വട്ട കേരള സന്ദർശനത്തോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം അടിമുടി മാറിയിരിക്കുകയാണ്. അണികളിലും വോട്ടർമാരിലും ഒരുപോലെ ആവേശം അലയടിക്കുന്ന കാഴ്ചയാണ് മണ്ഡലങ്ങളിലുടനീളം ദൃശ്യമാകുന്നത്. വികസന രാഷ്ട്രീയവും മോദി ഗ്യാരണ്ടിയും ചർച്ചയായതോടെ പരമ്പരാഗത മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ BJP ഇത്തവണ കിങ് മേക്കറാകുമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി രഞ്ജിത്ത് അമ്പാടി ഒപ്പം ചേരുന്നു. രഞ്ജിത്ത്, ഇന്നലെ ഒരു ദിവസം എല്ലാവരും ഉറ്റുനോക്കിയത് തലസ്ഥാനത്തേക്കാണ്. എല്ലാ രാഷ്ട്രീയ വഴികളും വന്നു ചേർന്നത് തിരുവനന്തപുരത്ത് കരമന വരെയുള്ള വീഥിയിലാണ്. ഈ മോദിയുടെ രണ്ടാം വരവും ഒഴുകിയെത്തിയ ജനക്കൂട്ടവും ആരുടെ നെഞ്ചിടിപ്പാണ് കൂട്ടുന്നത്? കൃഷ്ണ, തീർച്ചയായും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കേരളത്തിലേക്കുള്ള രണ്ടാം സന്ദർശനം, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട സന്ദർശനം നടത്തിയത് സത്യത്തിൽ ഇരുമുന്നണികളെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ആ സന്ദർശനത്തിൽ ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ, അവർ എത്ര മണിക്കൂർ കാത്തു നിന്നാണ് പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാനായി ശ്രമിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള 1200 മീറ്റർ ഒരു മണിക്കൂർ നേരം എടുത്തുകൊണ്ടാണ് അദ്ദേഹം റോഡ് ഷോ നടത്തിയത്. അതുകൂടാതെ തിരുവല്ലയിൽ തടിച്ചുകൂടിയ ജനസാഗരത്തെ കണ്ടുകൊണ്ട് 1.25 മണിക്കൂറോളമാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. കേരളത്തിലെ ഇടതു വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് നയം, അതുകൂടാതെ തന്നെ തീവ്ര ചിന്താഗതിയുള്ള സംഘടനകളെ ഒപ്പം ചേർത്തുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം ആരുമായും കൂട്ടുചേരും, ആരുടെ വോട്ടും സ്വീകരിക്കും. അത് SDPയുടെ ആയാലും വെൽഫെയർ പാർട്ടിയുടെ ആയാലും അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആയാലും പ്രശ്നമില്ല. ഏത് തീവ്ര സംഘടനകളുടെയും വോട്ട് തങ്ങൾ സ്വീകരിക്കുമെന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ആ നയത്തെ പൊളിച്ചെടുക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം. എന്തായാലും കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ രണ്ടാം ഘട്ട സന്ദർശനത്തോടു കൂടി തന്നെ രാഷ്ട്രീയ ചിത്രം ആകെ മാറിയിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ BJPയെ സംബന്ധിച്ച് നാഴികക്കല്ലായി മാറും. ഇത്തവണ BJP ഭരിക്കാൻ, വിജയിക്കാൻ, ഭരണം പിടിക്കാൻ ഉറച്ചു തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഒരു 10-15 വർഷം നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ച പോലെ തന്നെ 10-15 വർഷത്തിന് മുൻപായിരുന്നുവെങ്കിൽ മത്സരിക്കാൻ വേണ്ടിയായിരുന്നു BJP മത്സരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രമാകെ മാറിയിരിക്കുന്നു. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും BJP NDA സ്ഥാനാർത്ഥികൾ അതിശക്തമായി തന്നെ പോരാടുകയാണ്. കഴിഞ്ഞ ദിവസം ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ എന്താ പറയുക പ്രീപോൾ സർവേകൾ വന്നിരുന്നു. അതിൽ തന്നെ 20-ലധികം സീറ്റുകളിൽ അതിശക്തമായ ത്രികോണ മത്സരം എന്നവർ പറയുന്നു. ആ സീറ്റുകളൊക്കെ തന്നെ BJPയുടെ ശക്തരായ സ്റ്റാർ കാൻഡിഡേറ്റുകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ അടുത്ത കാലം വരെ BJP വിജയിക്കില്ല, BJP ചിത്രത്തിലേ ഇല്ല എന്ന് പറയുന്ന മാധ്യമങ്ങൾ തന്നെ ഒടുവിൽ BJPയുടെ ശക്തിയെ അംഗീകരിക്കുന്ന സാഹചര്യം. തിരുവനന്തപുരത്താകട്ടെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരങ്ങൾ ഉണ്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിലും NDA BJP സ്ഥാനാർത്ഥിയായ ശ്രീ ചെങ്കൽ രാജശേഖരൻ നായരാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വിജയം ഇത്തവണ പിടിച്ചെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ തിരുവനന്തപുരത്താകട്ടെ നിയമത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന പല മാധ്യമങ്ങളുടെയും പ്രീപോൾ സർവേ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റിവരയ്ക്കുകയായിരുന്നു നരേന്ദ്രമോദിയുടെ രണ്ടാം വരവ്. അത് അണികൾക്ക്, BJPക്ക്, NDAക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നെഞ്ചിടിപ്പിലാണ് LDFും UDFും. വിവരങ്ങൾ നൽകുകയായിരുന്നു രഞ്ജിത്ത് അമ്പാടി.